വാടക ചോദിച്ചു, കുക്കർ കൊണ്ട് തലക്കടിച്ചു. എന്നിട്ടോ വീട്ടുടമയെ കൊന്ന സ്യൂട്ട് കേസിലാക്കി ദമ്പതികൾ. ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഡൽഹിയോട് ചേർന്നുള്ള ഗാസിയാബാദിലാണ് സംഭവം. മരിച്ചത് അധ്യാപികയായ ദീപ്ഷിക ശർമ്മയാണ്. 48 വയസ്സായിരുന്നു അവരുടെ പ്രായം. കൊന്നതോ വാടക താമസക്കാരായിട്ടുള്ള അജയ് ഗുപ്തയും ഭാര്യ ആകൃതി ഗുപ്തയും. വാടക കുടിശ്ശിക ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലായിരുന്നു അത്തരത്തിലൊരു ക്രൂര കൊലപാതകം. ഗാസിയാബാദിലെ രാജ്നഗർ എക്സ്റ്റൻഷനിലെ ഓറാച്ചിമേര റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ താമസിക്കുന്ന ആളുകളാണ് കൊല്ലപ്പെട്ട ഈ സ്ത്രീയും ഒപ്പം ഈ 2 പ്രതികളും. റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ദീപ്ഷികയ്ക്കും ഭർത്താവിനും ശരിക്കും 2 ഫ്ളാറ്റുകളുണ്ട്. ആദ്യത്തെ ഫ്ളാറ്റിൽ അവർ താമസിക്കുകയാണ് കുടുംബമായിട്ട്. രണ്ടാമത്തെ ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നു അജയ് ഗുപ്തയ്ക്കും ഭാര്യയ്ക്കും. കഴിഞ്ഞ 4 മാസമായി ഈ ദമ്പതികൾ വാടക നൽകിയിട്ടിരുന്നില്ല. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഫ്ളാറ്റിലെത്തിയത് ഈ ദീപ്ഷിക. വാടകയെ ചൊല്ലി അങ്ങനെ ചെറിയ തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കം അതിരുകടന്നപ്പോൾ പ്രതികളുടെ നിയന്ത്രണം തെറ്റിയെന്നാണ് അവർ പറയുന്നത്. അവർ ഒരു കുക്കർ എടുത്തു, തലക്കടിച്ചു. അധ്യാപിക ഉടൻ തന്നെ നിലത്ത് വീഴുകയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെയും വിട്ടില്ല. ഒരു ഷാൾ എടുത്ത് അല്ലെങ്കിൽ ദുപ്പട്ട എടുത്ത് അവരുടെ കഴുത്തിൽ മുറുക്കി കൊലപാതകം അത് ഉറപ്പാക്കി, മരണം ഉറപ്പാക്കി. ദീപ്ഷികയുടെ വീട്ടുജോലിക്കാരിയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തുന്നത്. അവരുടെ ഇടപെടലാണ് ഇതിൽ പ്രതികളെ കണ്ടെത്താൻ നിർണായകമായത്. തന്റെ വീട്ടുടമ യജമാനത്തി കുറെ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ എത്താത്തപ്പോൾ ഈ വീട്ടുജോലിക്കാരിക്ക് അല്പം സംശയം തോന്നുകയാണ്. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു അന്വേഷണം വീട്ടുജോലിക്കാരിയായിട്ടുള്ള മീന ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ പ്രതികൾ താമസിക്കുന്ന ആ ഫ്ളാറ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ ചോരപ്പാടുകൾ കണ്ടു, ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ. മാത്രമല്ല ആ മുറിയിൽ ഒരു വലിയ സൂട്ട് കേസും ഈ മീന എന്ന വീട്ടുജോലിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സംശയം തോന്നിയ മീന ദമ്പതികളെ അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. അങ്ങനെ കൊലപാതക വിവരം പുറത്തേക്ക് വരുന്നു. पूछताछ से पाया गया कि उमेश शर्मा की पत्नी दीपशिखा शर्मा निवासी M105 ओराशिमेरा सोसाइटी राजनगर एक्सटेंशन अपने दूसरे फ्लैट पर किराया लेने गई थी। F506 ओराशिमेरा सोसाइटी राजनगर एक्सटेंशन, और जब देर रात तक वह नहीं लौटी तो उनकी मेट को शक हुआ और वह उस फ्लैट में गई और उनकी संदिग्धता के आधार पर उस घर की तलाशी ली गई, जहां पर एक लाल बैग में दीपशिखा शर्मा के शव को बरामद किया गया है। उन किराएदारों के नाम अजय गुप्ता व आकृति गुप्ता है। दोनों पुलिस हिरासत में हैं। ഈ പ്രതികളുടെ വീട്ടിലെത്തിയ വീട്ടുജോലിക്കാരി മീനയ്ക്ക് ചില അസ്വാഭാവികതകൾ തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവൾ അവിടെ ഇരിക്കുകയാണ്. സാറ് വരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നുള്ളതായിരുന്നു അവളുടെ നിലപാട്. അവൾ ആ വീട്ടിലെ സോഫയിൽ കുത്തിയിരുന്നു. അപ്പോൾ ഈ പ്രതികൾ അല്പം പരിഭ്രമത്തിലായി. കാരണം അവിടെ ഒരു കൊലപാതകം നടന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ആ മൃതദേഹം അവരുടെ വീടിനുള്ളിൽ ഇരിക്കുകയാണ്. ആ വീട്ടുജോലിക്കാരെ അവർ ആക്രമിക്കാൻ മുതിരാത്തത് ഭാഗ്യമെന്നേ പറയാൻ കഴിയും. കാരണം ആ സ്ത്രീ അപ്പോൾ കൂടുതൽ പ്രകോപിതയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അതിനും മടിക്കില്ലായിരുന്നു. എന്താണെങ്കിലും ആ വീട്ടുജോലിക്കാരുടെ ഇടപെടൽ അത് ശ്രദ്ധേയമായിരുന്നു. അവൾ പറയും എങ്ങനെയാണ് അവൾ അത് കണ്ടെത്തിയത്. तब मैं अंदर घुसी तो नीचे देख रही हूँ कई जगह पे थोड़ा बूंद है ब्लड का, पहुंचा हुआ भी है। और वैसे मैंने कहा कि जरूर कुछ बात हो गया। मैंने कहा यहीं पर ही बैठी रही, फिर उसी सोफा पे बैठी जिस सोफा पे उन्होंने मारा था उनको, वहीं पर ही बैठ गई। मेरे को मैं यहाँ से नहीं लूँगी जब तक नहीं आएंगे सर जी। हाँ सर जी जब तक नहीं आएंगे। जब सर जी आए थे तब जाकर मेरे सांस में सांस आया, तब पूरा घर मैंने टटोला, पूरा घर टटोला। जो अटैची लेकर जा रही थी ना, वो अटैची मैंने कहा कि सर जी ये कोई अटैची लेकर जा रही थी।
तो कहने लगे कि कहाँ वो अटैची, कह रहे कि बैग लेकर जा रहा था मैं गिरने, अटैची लेकर जा रहे थे। वो अटैची वो पलंग के अंदर दीवान के अंदर डाल कर उसको ऊपर बैठ गए थे, उसी अटैची में मैं बस यही कहानी करती। അവളുടെ ഞെട്ടൽ അത് നമുക്ക് പ്രകടമായി കാണാം. അവൾക്ക് ഇപ്പോഴും തന്റെ യജമാനത്തി അത്തരത്തിലൊരു സ്യൂട്ട് കേസിൽ മരിച്ചു കിടക്കുന്ന സംഭവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ പ്രതികൾ രണ്ടുപേരെയും ആ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ പോലീസ് വരുന്നവരെ തടഞ്ഞു വെച്ചു. അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തതെന്ന്. ആദ്യം ആ ഭർത്താവ് പറയുന്നുണ്ട് ഞാനാണ് ചെയ്തതെന്ന്. അപ്പോൾ ഭാര്യ ഏറ്റുപിടിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്ക് കുറ്റം ഏറ്റെടുക്കേണ്ട, ഞാനും കൂടെ ചെയ്തുവെന്ന്. എന്തൊരു ചേർച്ചയാണെന്ന് നോക്കുക, ക്രൈം ചെയ്ത കാര്യത്തിൽ പോലും. എന്താണെങ്കിലും തങ്ങൾക്ക് നേരെ കൈ പൊക്കിയപ്പോൾ അത് ചെയ്തു എന്നാണ് അവരുടെ മൊഴി. निकलना वरना हमारा बिल्कुल मुश्किल कर दिया था। कब की बात है, कब आए थे ये आपके फ्लैट में? आज शाम को। और मारा कैसे आपने? ये हमने गला घोटा चुन्नी मैं ऐसा कर रहा हूँ कि मैंने किया, इसकी गलती नहीं है, मैंने किया। साथ थी, हम साथ थे, आप कपड़े पे मत लो, हमने साथ थे, साथ किया है। बस ये है कि मैं अभी ये नहीं चाहता कि कोई इसका हाथ उठाए मेरे हाथ उठाए, मैं पुलिस में जाऊंगा। मेरे को बहुत ज्यादा टॉर्चर किया सर, ये हाथ सब काट दिया। इस फ्लैट में रहती हैं, इस फ्लैट की ओनर की लेडी, उसको मार दिया इन्होंने, बैग में पैक कर दिया। ആദ്യം ഈ ദമ്പതികളുടെ ഫ്ളാറ്റിലെത്തി കാര്യങ്ങൾ തിരക്കിയിരുന്നു ഈ ജോലിക്കാരി മീന. അപ്പോൾ അവൾക്കൊരു അസ്വാഭാവികത തോന്നി. അവൾ എന്ത് ചെയ്തു? അവൾ വീണ്ടും തിരികെ പോയി. സംശയം തോന്നി വീട്ടുജോലിക്കാരി ആ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അങ്ങനെയാണ് അധ്യാപിക ആ ദമ്പതികളുടെ ഫ്ളാറ്റിലേക്കാണ് ഏറ്റവും ഒടുവിൽ പോയതെന്നും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നും മീന ഉറപ്പിച്ചത്. ഈ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. അങ്ങനെ അവർ വീണ്ടും ഫ്ളാറ്റിലെത്തി കുത്തിയിരിക്കുകയായിരുന്നു. മൃതദേഹം സ്യൂട്ട് കേസിലാക്കി പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ആ രണ്ട് ക്രിമിനൽ ദമ്പതികൾ. അപ്പോൾ ഓട്ടോയിൽ കയറി പോകാനൊരുങ്ങവേ വീട്ടുജോലിക്കാരി ഇരുവരെയും തടഞ്ഞു വെച്ചു. അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു ഒരു വീട്ടുജോലിക്കാരിയുടെ മികവിൽ.